അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ട്രഷറർ CM ബാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ലീസ് കർഷക സമരസമിതിയുടെ ചെയർമാനുമായ ശ്രീ രാജേട്ടൻ, ഇന്നത്തെ പരിപാടിക്ക് നേതൃത്വം നൽകിയ ലീസ് കർഷക സമരസമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ രവിയേട്ടൻ, വൈസ് ചെയർമാൻ സത്യേട്ടൻ, ഇവിടെ എത്തിയിട്ടുള്ള ലീസ് കർഷക സുഹൃത്തുക്കളെ, കല്ലൂരിലെ എൻ്റെ പ്രിയപ്പെട്ട നിവാസികളെ, വ്യാപാരി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതത്തിൻ്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വോട്ടവകാശമൊഴികെയുള്ള മറ്റു മുഴുവൻ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ഒന്നാം ഘട്ട വിജയം കൈവരിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ് വയനാട്ടിലെ ലീസ് കർഷകർ. നമുക്കറിയാം, നമ്മളൊരു നാട്ടിൽ ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അവന് സ്വന്തമായിട്ടൊരു വീട്, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, ഈ നാട്ടിലെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ലഭിക്കണമെന്നുള്ളൊരാഗ്രഹം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആഗ്രഹം. ഇത് എല്ലാം നിഷേധിക്കപ്പെട്ട ഒരു ജനവിഭാഗമായിരുന്നു വയനാട്ടിലെ ഫോറസ്റ്റ് ലീസ് ഭൂമിയിൽ താമസിക്കുന്ന കർഷകർ. നമുക്കറിയാം, വയനാട്ടിൽ ലീസ് കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടനവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് പ്രതിഷേധങ്ങളും കേസുകളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജലരേഖയായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ലീസ് കർഷക സമരസമിതി 5 വർഷങ്ങൾക്ക് മുൻപ് ഈ സമരം ഏറ്റെടുക്കുന്നത്. ചെയർമാനോട് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമര പോരാട്ടങ്ങൾക്കിടയിൽ ലീസ് കർഷക സമരസമിതി ആദ്യമായി കണ്ടത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ അമിത്ഷാജിയായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ച സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചു. 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വനം വകുപ്പിന്റെ പീഡനങ്ങൾക്ക് ഇരയാക്കുന്ന 1972 വനനിയമവും 1980 വനനിയമവും ഭേദഗതി ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടനവധി ആവശ്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആ നിയമ ഭേദഗതി പാസാക്കുകയുണ്ടായി. നമുക്കറിയാം, ഒരു വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കണമെങ്കിൽ അതിന് തത്തുല്യമായ ഭൂമി സംസ്ഥാന സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകണം. എങ്കിൽ മാത്രമേ വനഭൂമി മറ്റാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിൽ പറയുന്ന ഒരു നിബന്ധനയാണ്. ആ നിയമം എടുത്തു കളഞ്ഞുകൊണ്ട് 1996 മുൻപ് കൃഷി ആവശ്യങ്ങൾക്കോ മറ്റ് വികസന ആവശ്യങ്ങൾക്കോ വേണ്ടി വനഭൂമി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നും ആ ഭൂമി ആ തരത്തിൽ തൽസ്ഥിതി തുടരുന്നുവെങ്കിൽ ആ ഭൂമി ആരുടെ കൈവശമാണോ, വികസന കാര്യങ്ങൾക്കാണെങ്കിൽ PWDയോ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയോ വകുപ്പുകളുടെയോ കൈവശമാണെങ്കിൽ അത് അവർക്ക് നൽകണമെന്നും, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർഷകർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കർഷകർക്ക് നൽകണമെന്നും വ്യവസ്ഥ ചെയ്തുകൊണ്ട് 2023 ഡിസംബർ 1 മുതൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ആ നിയമം നടപ്പിലായി. ഒരു വർഷം പിന്നിട്ടു. ഈ ഒരു വർഷം പിന്നിട്ട സമയത്തും ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ
ഇത്തരത്തിലൊരു നിയമം ഉണ്ട് എന്നും അത് ജനങ്ങൾക്ക് അനുകൂലമാണ് എന്നും ഇവിടെ ഒരാളെയും